ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും ഡിലിഷ്യസും ആയിട്ടുള്ള റവ കേസരിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനലിലേക്ക്. ഓക്കെ, റവ കേസരി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടിയത് അതുപോലത്തെ 2 ബൗൾ റവ, 3 വലിയ ടേബിൾ സ്പൂൺ ഗീ, പിന്നെ 5 ബൗൾ ഷുഗർ. നല്ലപോലെ ഷുഗർ വേണമെങ്കിൽ നമ്മളൊരു ഫ്രൈങ് പാൻ എടുത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച 3 വലിയ ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കണം. എന്നിട്ട് അത് നല്ല പോലെ ഇളക്കണം, നല്ല ലിക്വിഡ് ആവുന്ന വരെ. നമ്മളിപ്പം കൂടുതൽ ഗീ എടുത്താലില്ലേ, നമുക്കിങ്ങനെ കടയിലൊക്കെ കിട്ടുന്ന പോലെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലത്തെ കേസരി കിട്ടും. കുറച്ച് ഗീ കിട്ടിയാൽ അത്ര ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പോൾ നല്ലതായിട്ട് ഗീ ഇടുന്നതാണ് നല്ലത്, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ. നെയ്യ് നല്ലപോലെ മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് 2 ബൗൾ റവ അതിലേക്ക് ഒഴിക്കണം. റവ നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ പ്രത്യേക രുചി കിട്ടുന്നത്. നമ്മൾ റവ ഓവർ റോസ്റ്റ് ചെയ്യാതെ നോക്കണം. ഒരു കളറൊക്കെ മാറി നല്ല സ്മെല്ല് വരുന്ന വരെ നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം നെയ്യിൽ. റവ നല്ലപോലെ റോസ്റ്റ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഷുഗർ ആവശ്യത്തിന് അതിലേക്ക് ഇടണം. ഇപ്പം കുറച്ച് ഷുഗർ ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഷുഗർ നമുക്ക് അതിലേക്ക് ഇടാം. ഈ പഞ്ചസാരയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി കുറച്ച് വെള്ളം കിട്ടും, അതുകൊണ്ട് നല്ലപോലെ ഇളക്കണം. ഇനി നമ്മൾ 5 കപ്പ് വെള്ളം എടുത്തിട്ട് അത് നമ്മുടെ കേസരി മിക്സിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നല്ലപോലെ വെള്ളം അബ്സോർബ് ചെയ്യുന്ന വരെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. കേസരിക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ എഡിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കളർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇടാം. ഞങ്ങളുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ടെർമറിക്കാണ്, മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ആവശ്യത്തിന് വേണ്ടിയ മഞ്ഞൾപ്പൊടി കുറച്ച് പിഞ്ചായിട്ട് ഇടണം. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് വെള്ളം കുറച്ച് അബ്സോർവ് ആയെന്ന് തോന്നുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ അതിലേക്ക് ഇടണം. എന്നിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഇളക്കുന്നത് എത്ര അളവ് വരെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൈങ് പാനിൽ നിന്ന് ഈ കേസരി നല്ലപോലെ വിട്ട് നിൽക്കുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. വിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും റെഡിയായെന്ന്. നമ്മുടെ ഡിലിഷ്യസ് കേസരി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങളുടെ വീട്ടിൽ കിസ്മസും അണ്ടിപ്പരിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇടുന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിട്ടില്ല. ഇതാണ് നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഡിലിഷ്യസ് ആയിട്ടുള്ള കേസരി. എല്ലാവരും എൻജോയ് ചെയ്ത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ചാനലിലേക്ക്. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.